പ്രേക്ഷക ഹൃദയങ്ങളിൽ എന്നും ഒരാള് കോമാളി ഇതിലെ കുട്ടികളുടെ മനസ്സിൽ കയറി പിടിച്ചു, മറ്റേയാള് നിർബന്ധ ബുദ്ധിയിൽ പറയുന്ന വാക്കുകൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഹൗസ് മേറ്റ്സിനെ പോലെ അനീഷും നെവിനും തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞിരുന്നാൽ പോലും ഒരുപാട് കാലം പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കാൻ പോകുന്നത് ഇവര് തന്നെയായിരിക്കും. ഇടയിൽ ഇതുവരെ നെവിന്റെ ഗെയിം ആരും മനസ്സിലാക്കിയിട്ടില്ല. അവനെ ഉൾപ്പെടുത്തണ്ട, നമ്മൾ പറഞ്ഞാൽ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കില്ല. പക്ഷെ നെവിന്റെ ഗെയിം ആരും കണ്ടിട്ടില്ല. സാബുമാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ വെറുതെ വന്നിട്ട് ഇവിടെ ഒരു പ്രവാസത്തിന് വന്നതൊന്നുമല്ല, കുറച്ച് കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. ചേച്ചി, ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ചേച്ചി കണ്ടായിരുന്നു ബിഗ് ബോസിലെ? ഒന്ന് ഓട്ടിച്ച് കണ്ടുപോയി എന്നുള്ളതേ ഉള്ളൂ. അത് അടിപൊളി ഒരു മോർണിംഗ് ടാസ്ക് ആയിരുന്നു. എനിക്ക് മോർണിംഗ് ടാസ്ക് തന്നപ്പോ തോന്നിയത് ഈ ഫിനാലിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഇനി ഒരു 4 ആഴ്ച അടുപ്പിച്ച് മാത്രമേ തികച്ചില്ല എന്ന് പറയും. അപ്പൊ മത്സരാർത്ഥികളെ മനഃപൂർവ്വം ഡൗൺ ആക്കാനുള്ള ഒരു ശ്രമം ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ട്. 7ന്റെ പണി, അതെ, 7ന്റെ പണി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ രാവിലത്തെ ആക്ടിവിറ്റി വേറൊന്നും ആയിരുന്നില്ല. നമ്മുടെ ഈ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും പ്രേക്ഷക ഹൃദയം കീഴടക്കി ഒരുപാട് കാലം നിൽക്കാൻ പോകുന്നത് ആരായിരിക്കും, പ്രേക്ഷകർ വെറുത്തത് ആരെയായിരിക്കും, ഇതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി. പേര് ഞാൻ വിചാരിക്കുന്ന ആളായിരിക്കും 1ാം സ്ഥാനത്ത് വരുന്നത്. ആരാ ചേച്ചിയുടെ മനസ്സിലാണ്? അനീഷ് തന്നെയാണ്. അപ്പം കാരണം അതൊരു വെറൈറ്റി സാധനമാണ്. അതെ 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 മത്സരാർത്ഥികൾക്കിടയിലും ഏറെക്കുറെ അവർക്ക് അറിയാം അനീഷും മറ്റൊരു താരമായിട്ട് അവര് പറയുന്നത് നെവിന്റെ പേരാണ്. ഇവര് രണ്ടുപേരും ആയിരിക്കും പ്രേക്ഷക ഹൃദയങ്ങളിൽ എന്നും. ഒരാള് കോമാളി ഇതിലെ കുട്ടികളുടെ മനസ്സിൽ കയറി പിടിച്ചു, മറ്റേയാള് നിർബന്ധ ബുദ്ധിയിൽ പറയുന്ന വാക്കുകൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട്. അതിലൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഇപ്പൊ അടുത്തൊരു പ്രോഗ്രാം നടന്നപ്പോൾ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടില്ലേ, പുള്ളിക്കാരൻ കറക്റ്റ് ആയിട്ട് അനീഷിനെ ഞാൻ കണ്ണടച്ച് കിടക്കുന്നത് കണ്ടു, ഞാൻ കണ്ണടച്ച് കിടക്കുന്നത് കണ്ടു. ആരെങ്കിലും ഉണ്ടോന്നാണ് ഡൗട്ട്. കുട്ടികളും പറയാൻ തുടങ്ങി. അതെ, എല്ലാവരും പറയുന്നുണ്ട്. ചില റീൽസും പോസ്റ്റേഴ്സും ഒക്കെ കാണുമ്പോൾ നമ്മുടെ അനീഷിന്റെ ഈ ഒരു ഡയലോഗ് കടമെടുത്തോണ്ട് ഇത് ഇത്രയും പോരെ അനീഷിന്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, നമുക്കറിയാം എല്ലാ ബിഗ് ബോസും കാണുമ്പോൾ നമ്മളെ രാവിലത്തെ ആ ഒരു പാട്ടും ഡാൻസും കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മുടെ ഇത്തവണത്തെ ഇതിൽ മാത്രമായിരുന്നു അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായി സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനീഷ് കൊണ്ടുവന്നേ. 5 വർഷം പഠിച്ചതാണ്, കലക്കി അരച്ച് കുടിച്ച് വന്നത്. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത, അവൻ നോക്കിയപ്പോ അനീഷ് നോക്കിയപ്പോ എല്ലാവരും പറയുന്ന ഒരു മലയാളി ഷോ അല്ലേ, മലയാള ഷോ ആകുമ്പോ മലയാളത്തിലല്ലേ, ഇതുവരെ മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ദിവസം പോലും മറക്കുന്നില്ല. ഒരു ദിവസം മറന്നപ്പോ നമ്മുടെ ബിഗ് ബോസ് തിരിച്ച് അനീഷിനോട് പറയുന്നുണ്ട്, അനീഷ് സുപ്രഭാതം. അപ്പൊ നമ്മുടെ ബിഗ് ബോസിന് പോലും അനീഷിന്റെ സുപ്രഭാതം കേട്ടില്ലെങ്കിൽ വരൂല, ആ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ആക്ടിവിറ്റി, നല്ലൊരു ഇതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ചേച്ചി. എന്റെ ഒരു അഭിപ്രായത്തിൽ ഹൗസ് മേറ്റ്സിനെ പോലെ അനീഷും നെവിനും തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞിരുന്നാൽ പോലും ഒരുപാട് കാലം പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കാൻ പോകുന്നത് ഇവര് തന്നെയായിരിക്കും. അനീഷിനെ പറയാൻ കാരണം മറ്റൊന്നും അല്ല, ഒരു ബെസ്റ്റ് കോമണർ 5ാമത്തെ സീസൺ മുതലാണ് തുടങ്ങിയതെങ്കിൽ പോലും വന്നിട്ടുള്ളതിൽ വെച്ച് ഒരു നല്ല ബെസ്റ്റ് കോമണർ ആണ് അനീഷ്. ഇപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ 5 വർഷം ഇരുന്ന് ഉണ്ടായി. ഇന്നലെ നമ്മുടെ സാബു ഇല്ലേ, ഫസ്റ്റ് വിന്നർ ഉണ്ടല്ലോ, സാബുവിനോട് ഈ അനീഷ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. കാരണം സാബു കുറെ ഇവരെ റോസ്റ്റിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് സാബു ഓരോ വ്യക്തികളെ കുറിച്ചും കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്, പോയിന്റ് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അതില് നെവിനെ പറയുന്നുണ്ട്, നെവിനെ എല്ലാരും വിചാരിക്കും നീ ഒരു കോമഡി താരമാണെന്ന്, ഒന്നും അല്ലടാ, ആർക്കും എനിക്ക് തോന്നുന്നു എല്ലാവരുടെ മനസ്സിലും സ്ഥലം പിടിച്ചു. മത്സരാർത്ഥികൾക്കിടയിൽ ഇതുവരെ നെവിന്റെ ഗെയിം ആരും മനസ്സിലാക്കിയിട്ടില്ല. എല്ലാരും പറയുന്നത് അവനെ ഉൾപ്പെടുത്തണ്ട, നമ്മൾ പറഞ്ഞാൽ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കില്ല. പക്ഷെ നെവിന്റെ ഗെയിം ആരും കണ്ടിട്ടില്ല. നമ്മള് ജഗതിയുടെ പല മൂവ്മെന്റ്സും ആക്ഷനും ഒക്കെ നമ്മൾ പലപ്പോഴും കാണിക്കാറുണ്ട്. അതുപോലെയാണ് ഇപ്പൊ ഈ സത്യം, എന്റെ വീട്ടില് ഞാൻ എന്തെങ്കിലും പറഞ്ഞ എന്റെ മോള് ഇളയാള് പറയണ അല്ല പിന്നെ അല്ലേ എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് എനിക്ക് ചിരി വരും. അനീഷിന്റെ സുപ്രഭാതമാണെങ്കിൽ നമ്മളെ നെവിന്റെ
അത് പിള്ളേരെ ഏറ്റുപിടിച്ചേക്കണം. അവിടെയാണ് ഏറ്റവും വലിയ കഴിവ്. അതായത് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ വലിയവരുടെ മനസ്സിൽ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഏറ്റുപിടിച്ചെന്നിരിക്കാം. പക്ഷെ കുഞ്ഞുങ്ങൾ അത് ഏറ്റുപിടിക്കണമെങ്കിൽ അവരത്രയ്ക്കും അത് കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പല ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തും മോള് പറയും അല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവന് ഓർമ്മ ചിരി വരും. അപ്പോൾ കുട്ടികളാണ് നെവിനെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും പരാജയം സംഭവിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നമ്മുടെ കുട്ടികളുടെ പ്രിയ താരമാണ് ദിലീപ്. ദിലീപ് എന്ത് കാണിച്ചിരുന്നാലും കുട്ടികൾക്ക് ഒരുപോലെയാണ്, വലിയവർക്കും ഇപ്പോഴും ഇന്നും ജനപ്രിയ നായകൻ എന്നുള്ള ആ ഒരു ലേബൽ മാറ്റിയിട്ടില്ല. അപ്പൊ അതുപോലെ നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ 7-ലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു, അതായത് മൂമെന്റ്സ്, ആ നടത്തം, ആ രീതി, പക്ഷെ മണ്ടന്മാരാണ് മറ്റുള്ളവര് മനസ്സിലാക്കുന്നില്ല. നമുക്കിപ്പോ കട്ടെടുത്ത് തിന്നുന്ന നമ്മൾ ഇത് എന്താ ഈ കാണിക്കുന്നത്, അല്ല നമുക്ക് ചിരി എന്തെന്ന് പറയട്ടെ, ഒരു മൂലയിലൊക്കെ കൊണ്ടുവന്ന് വിളിച്ചു വെച്ച് നമ്മൾ ചിരി എന്ത് കാണിക്കണം എന്ന് പോലും പറയാം. എന്നിട്ട് പറഞ്ഞില്ലേ മട്ടൻ കഴിച്ചിട്ടുണ്ട്, ഓ മട്ടൻ ഇച്ചിരി മുറ്റ മറ്റേ സിനിമ. അപ്പോ കിട്ടിയത് കഴിക്കണം, അതാണ് അവന് കിട്ടിയത് കഴിച്ചു കഴിഞ്ഞു. അനുമോളെ കുറ്റം പറഞ്ഞു, അനുമോളെ കുറെ പറഞ്ഞിട്ടാണ് ചെന്നിരുന്ന. അനുമോള് വന്ന് കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചു. ഫുഡിൽ അതൊരു വലിയ കാര്യമാണ് കേട്ടോ. എത്ര ചീത്ത പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും ഒരു ഫുഡ് എടുത്ത് കൊടുത്താൽ കഴിച്ചോളൂ. അല്ല അതുപോലെയാണ് അനീഷ് വേറൊരു തരമാണ്. പറഞ്ഞ കാര്യം ആവർത്തിച്ചപ്പോൾ ഇത് പറയുന്നുണ്ട്, നമ്മുടെ സാബു പറയുന്നുണ്ട്, നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് അനീഷിനെ എടുത്ത് പറയുന്നുണ്ട്, എടാ നീ ഈ പറയുന്ന കാര്യം ആവർത്തിച്ച് പറയുന്നത് അത് മോശമാണ്. അപ്പൊ അതെന്താ അങ്ങനെ മോശം? അപ്പൊ ഓരോരുത്തരും ഇതിൽ പറയുന്നുണ്ട്. ബിഗ് ബോസിൽ ഇപ്പൊ പലർക്കും പലതരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജീസ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് സാബുവിന് കൊടുത്തയച്ചേക്കുന്ന ഒരു ഇതാണ്, ഗെയിമാണ്. അതുകൊണ്ട് സാബു വന്ന് എല്ലാരെയും സാബുമോൻ പറയുന്നുണ്ടല്ലോ, ഞാൻ വെറുതെ വന്നിട്ട് ഇവിടെ ഒരു സുഖവാസത്തിന് വന്നതൊന്നും അല്ല, കുറച്ച് കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ സാബുമോൻ ഈ പറയുന്നത് എല്ലാം ഇഷ്ടപ്പെടുന്നവരില്ല കേട്ടോ ഇതില്. അതായത് സാബുമോന്റെ മുന്നേ വെച്ച് കേട്ടിട്ട് അക്ബറും ആര്യനും ഭയങ്കര കണ്ണിങ് ആണ്. അവർ മാറി നിന്നിട്ട് പറയണു, ഓ ഇവൻ വന്ന് ഞങ്ങൾ എന്തോന്ന് മര്യാദ പഠിപ്പിക്കാനായിട്ട്, ഇവനും ഇവന്റെ ഷോയിൽ കിടന്ന് കുറെ കാണിച്ചു. പക്ഷെ അന്ന് നമ്മുടെ സാബു കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, നമ്മുടെ ബിഗ് ബോസ് സീസണിലെ ഫസ്റ്റ് വിന്നർ ആണ്. അതെ, ഒന്നും അറിയാതെ വന്നിട്ട് വിന്നായി പോയ ഒരു വ്യക്തിയാണ്. നമ്മുടെ മലയാളം ചരിത്രത്തിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ഷോ, ഗെയിം എന്താണെന്ന് അറിയില്ല, ഈ ഒരു പാറ്റേണിൽ വരുന്ന ഷോ, ഗെയിം എന്താണെന്നോ അതിനകത്ത് എങ്ങനെയായിരിക്കുമെന്നോ എങ്ങനെയാണ് ഈ 100 ദിവസം സർവൈവ് ചെയ്യുന്നതെന്നോ ആർക്കും ഒരു ഐഡിയ ഇല്ല. അവിടെയാണ് ആ ഒരു സമയത്ത് വന്നിട്ട് വിന്നർ ആവാന്ന് പറഞ്ഞാൽ കാര്യമല്ല. ഇച്ചിരി ബുദ്ധി കൂടുതലുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷെ പറയുന്ന പല കാര്യങ്ങളും എവിടെയൊക്കെയോ എന്തൊക്കെയോ സത്യമുള്ള കാര്യമാണ്. ഇതിൽ പറയുന്ന എല്ലാ കണ്ടസ്റ്റന്റിനും ഓരോ അവരുടെ വ്യക്തിപരമായ ഓരോ കാര്യങ്ങൾ പറയുന്നുള്ളൂ. ലക്ഷ്മിയെ മാറ്റിയെടുത്തിട്ട് എല്ലാവരെയും പറഞ്ഞു പോയി. അതിൽ ഷാനവാസിനെയും പറഞ്ഞു, നിന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കട്ട് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് ഒരു 40 ജോലിക്കാരെ അധികം എടുത്ത് എന്തെന്നറിയാമോ, ബീപ്പിടാനായിട്ട്. അതായത് ഇവൻ വിളിക്കുന്ന നമ്മൾ ആരും ഷാനവാസിനെ കുറിച്ച് പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങനെയൊന്നും ഇല്ല, ഒരിക്കലുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോ കുറച്ച് ദിവസമായിട്ടുള്ള നല്ല ഒരു ഇഷ്ടമൊക്കെ മാറി. കാരണം പുള്ളിയുടെ പ്രവൃത്തി വളരെ ഒരു ഇതായിട്ടുള്ളത്, കാരണം നിലവാരം കുറഞ്ഞ. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ പെണ്ണുങ്ങളെന്നും കാട്ടി വളരെ നുണയനായി പോയല്ലടാ, നീ എന്തിനാടാ ഇങ്ങനെ നിന്റെ ഉള്ള ഇമേജ് കളയുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ പല ഗ്രൂപ്പുകളും അതിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഏറ്റവും മോശമായിട്ടുള്ള കാര്യം. നമുക്കിപ്പം അവൻ പറയുന്ന അവനല്ല വിളിക്കുന്നത്, ഷാനവാസ് അല്ല വിളിക്കുന്നത്, അക്ബർ ആണെന്ന്. അപ്പൊ പറഞ്ഞു നിന്റെതിനാണ് നമ്മുടെ ബിഗ് ബോസ് ഇപ്പൊ ആളെ ഇരുത്തിയിരിക്കുന്നത് ബീപ്പിടാനായിട്ട്. അതെ, സ്പെഷ്യൽ ആൾക്കാരെ ഇരുത്തിയിട്ടുണ്ട്. നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ബിഗ് ബോസില് കഴിഞ്ഞിരുന്നാലും ഏറ്റവും കൂടുതൽ ഇനി ഇഷ്ടപ്പെടാത്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ കൂടുതൽ പേരും പറഞ്ഞത് ബിന്നിയുടെയും ലക്ഷ്മിയുടെയും പേരാണ്. അത് ഉറപ്പാണ്. ലക്ഷ്മിയുടെ കാര്യം രണ്ടാമത്. കാരണം ലക്ഷ്മി എവിടെയോ ഉള്ള ശബ്ദത്തിന് എന്താണെന്ന് വിളിയായിട്ട് എടുക്കാൻ പോകുന്ന പോലത്തെ ഒരു ക്യാരക്ടർ. ബിന്നിയെ സംബന്ധിച്ചിടത്തോളം വേറൊന്നുമല്ല, ഗീതാ ഗോവിന്ദം എന്നൊരു സീരിയൽ ഇറങ്ങിയ സമയത്ത് നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ട് ഏഷ്യാനെറ്റിൽ പോയിക്കൊണ്ടിരുന്ന സീരിയലായിരുന്നു. അതിലൂടെ നമ്മുടെ അതെ സീരിയൽ അത് മാത്രം തന്നെയാണ് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത ഒരു താരമായിരുന്നു. അതെ, എല്ലാം കൊണ്ടുവന്ന് നമ്മളിവിടെ വന്ന് അവസാനം കൊണ്ടുവന്ന് ചട്ടി ഉടച്ചങ്ങ് തീർത്തു വെച്ചു. എനിക്ക് ഒരു പ്രതീക്ഷയില്ല, ചിലപ്പോ ഉണ്ടാവാൻ ഇല്ലായിരിക്കാം, എന്തോ അതെന്തായിരുന്നാലും. പോട്ടെ, കാരണം നിന്നിട്ട് ഒരു കാര്യമില്ല, ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയില്ല, വല്ലവരും പറയുന്നതിനാണ് സപ്പോർട്ട് ചെയ്ത്. പക്ഷെ അത് ചോദിച്ചു,
സാബു ചോദിച്ചു എന്തിനാ ബിന്നി ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്, സത്യം പറഞ്ഞാൽ ബിന്നിക്ക് പുറത്ത് പോവേണ്ട. പിന്നെ എന്നിട്ട് അവൻ പറഞ്ഞു ഇന്നലെ രാത്രി എൻ്റെ ഓപ്പോസിറ്റ് ആരാണ് കിടന്നതെന്ന് ചോദിച്ചു. അന്നേരം ബിന്നി ഇരുന്നിട്ട് പറഞ്ഞു ഞാനാണ്. ഓക്കെ. അപ്പോൾ ചോദിച്ചു എന്താ കാര്യമെന്ന് ചോദിച്ചു. അല്ല, അന്നത്തെ ബിഗ് ബോസ് സീസൺ ഫസ്റ്റിൽ ഇവിടെ എനിക്കൊരു പേരുണ്ടായിരുന്നു, എൻ്റെ ഓപ്പോസിറ്റ് ആര് കിടക്കുന്നോ അവർ അടുത്ത ദിവസം എവിക്റ്റായി പോവും, ആ ഒരാഴ്ച തികച്ച് കിടക്കൂല എന്നൊരു പറഞ്ഞപ്പോ ഇങ്ങനെ നോക്കുന്നു. പിന്നെ ഇരുന്ന് നോക്കിയിട്ട് അയ്യോ അങ്ങനെയാണോ ചേട്ടാ? അമ്മനെ തീർച്ചയായിട്ടും, കാരണം ഇത് എൻ്റെ ഒരു വിശ്വാസമാണ്. കഴിഞ്ഞ സീസണിൽ എൻ്റെ ഓപ്പോസിറ്റ് ആര് കിടന്നാലും ആ ഒരാഴ്ച കിടക്കുള്ളൂ. മത്സരാർത്ഥികൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അപ്പോൾ ചെറിയൊരു ഹിന്റ് സാബു തന്നു കഴിഞ്ഞു, ഇട്ട് കഴിഞ്ഞു. അതായത് ബിന്നി നീ പോകും എന്നുള്ളത്. ലക്ഷ്മിയുടെ കേസ് ലക്ഷ്മി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ലക്ഷ്മി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു കണ്ടന്റ് കൊടുക്കുക. പുള്ളിക്കാരി ഇടയ്ക്ക് പറയുന്നുണ്ട് എന്റെ യഥാർത്ഥ ക്യാരക്ടർ ഇതല്ല, ഞാനിവിടെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ എന്തിന് സ്വന്തം ക്യാരക്ടർ അങ്ങനെയാണ് വരേണ്ടത്. ഫോർമാറ്റ് തന്നെ അതാണ്. നമ്മൾ ആരാണോ ആ രീതിയിൽ തന്നെ നമ്മളെ ഉള്ളില് നമ്മളെ പുറത്ത് കൊണ്ടുവരിക, ആയിട്ട് കളിക്കുക. നമ്മുടെ ഇൻഡിവിജ്വൽ ക്യാരക്ടർ ഒരിക്കലും നമ്മൾ കളയാതിരിക്കുക. അതാണ് ആ ഗെയിം എന്ന് പറയുന്നത്. പക്ഷെ പുള്ളിക്കാരി എപ്പോഴും പറയുന്നത് എന്റെ സ്വഭാവം ഇതെല്ലാം, ഞാൻ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്, പ്രതികരിക്കാനായിട്ട് അറിയാം, ഞാൻ പ്രതികരിക്കാതെ ചേച്ചി ഒരു കണ്ടന്റും ഇല്ല. നമ്മൾ ഒനീലിന്റെ കേസായിരുന്നാലും അന്ന് മസ്താനി വന്ന് പറഞ്ഞ കേസായിരുന്നാലും ഈ ആദിലയുടെ വിഷയമൊക്കെ അല്ലാണ്ട് നോക്കി കഴിഞ്ഞ ഒന്നുമില്ല. ആ വിഷയങ്ങള് പോലും വല്ലവന്റെ വക്കാലത്ത് ഏറ്റെടുത്ത് ആകെ പറഞ്ഞത് എനിക്ക് അറിയാന്നുള്ള ഒറ്റ കാര്യം, മാവ് എൻ്റെ തലയിൽ ഒഴിച്ചു. ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയും, ഇതിന് മാത്രം സംസാരിക്കുന്നത് അവളുടേതായിട്ടുള്ള പ്രശ്നമുള്ളൂ, അല്ലാതെ ഒന്നും തന്നെ ബിന്നിയുടേതായിട്ടുള്ള ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ബിന്നി വെറും വേസ്റ്റ്. അവിടെ അതിലേക്ക് സീസൺ 7ലേക്ക് ഏറ്റവും വേസ്റ്റ്. അതിന് എന്നേ കളയേണ്ടതായിരുന്നു. ഒരു കണക്കിന് ഒനീലിനെ അല്ലെങ്കിൽ ജിസേലിനെ നിർത്തിയിട്ട് ഇവളെ ആയിരുന്നു കളയേണ്ടിയിരുന്നത്. പക്ഷേ ബിന്നിനെ കാട്ടി നല്ല പ്ലേയേഴ്സ് തന്നെയായിരുന്നു. ഒനീലായിരുന്നാലും അഭിലാഷ് ആയിരുന്നാലും അതുപോലെ ജിസേലായിരുന്നാലും. എന്തായാലും ഇനി കുറച്ച് ദിവസം മാത്രമേ ഷോ ഉള്ളൂ. എന്തായാലും ഇത്രയും ദിവസത്തെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് അനീഷ് ഹൃദയങ്ങളെ കീഴടക്കി ഉറപ്പാണല്ലോ. കാരണം ഇപ്പൊ എന്ത് പറഞ്ഞിരുന്നാലും കുട്ടികളാണെന്നാലും ബസ്സിലെ കണ്ടക്ടർമാരാണെങ്കിലും ആരാണെങ്കിലും നീ കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ അത് എടുത്ത് പറയണമെങ്കിൽ ഇത്രയും ആൾക്കാർ അത് സ്വീകരിച്ചതുകൊണ്ടാണ് ഇല്ലേ. നമ്മൾ പണ്ട് പറയും പോലെ ജഗതിയുടെ ചില വാക്കുകൾ അല്ലെങ്കിൽ മോഹൻലാലും ജഗതി നമ്മളെ കോമ്പോയിൽ ഉണ്ടാകുന്ന ചില സംഭാഷണങ്ങളൊന്നും നമ്മൾ ഒരിക്കലും മറക്കൂല ഇല്ലേ. കിലുക്കം അതൊക്കെ ഇന്നും നമ്മുടെ ഇങ്ങനെ ഇരിക്കുവാണ് തുമ്പത്ത്. അതുപോലെ ചില ഡയലോഗ്സ് ഉറപ്പായിട്ട്. അതുപോലെ അനീഷിനെ, എന്നാലും അനീഷിന്റെ എന്നും അനീഷും നെവിനുമാണ്. അതെ, ആ ഒരു ഡയലോഗ്സ് എന്തായാലും എന്നും പ്രേക്ഷകരുടെ ഉള്ളിൽ തന്നെ കാണും. അപ്പൊ എന്തായാലും ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി നമ്മൾ വീണ്ടും വരേക്കും. ബൈ.